സംവാദങ്ങളാണെങ്കിൽ അതിൻ്റെ ആത്മീയ തലങ്ങളിൽ നിന്നുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് എപ്പോഴും പുതിയ ധാരണകളെയും അതല്ലെങ്കിൽ അറിവിൻ്റെ പ്രപഞ്ചങ്ങളെയുമൊക്കെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയാണ് ഈ ജനാധിപത്യ സംസ്കാരത്തിൽ നമ്മൾ ഒരു പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ നമ്മളെല്ലാവരും നമ്മുടെ കയ്യിൽ നിന്നും പണമൊക്കെ ചിലവാക്കി നമ്മുടെ സഭാപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ സംവാദങ്ങൾ തന്നെയാണ്, വ്യത്യസ്ത ആശയങ്ങൾ തമ്മിലുള്ള സംവാദങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സംവദിക്കുന്നത് വ്യക്തികളല്ല, രണ്ട് ആശയങ്ങളാണ്. അത് ഏതൊരു തലത്തിലാണെങ്കിലും ആ ആശയങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിലേക്ക് പകർന്നു നൽകുകയാണ്. ഈ സംവാദത്തെ ഒരു യുദ്ധമായിട്ടോ അതല്ലെങ്കിൽ ആരെങ്കിലും വിജയിക്കുകയും ആരെങ്കിലും പരാജയപ്പെടുകയും അതല്ലെങ്കിൽ ആരെങ്കിലും മലർത്തിയടിക്കുകയും ചെയ്യുന്ന ഒരു ഗോതയായിട്ടോ ഒന്നും ആരും കാണേണ്ടതില്ല. സംവാദങ്ങൾ ആത്യന്തികമായി അറിവിനെ നൽകുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. അതുകൊണ്ട് തന്നെ സംവാദത്തിലുള്ള ഓരോ ഘട്ടത്തിലും അതിനോടുള്ള പ്രതികരണങ്ങളും വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി വളരെ നിയന്ത്രിതമായിട്ടായിരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ വിഷയങ്ങളെക്കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലും മറ്റെല്ലാം സംസാരിച്ചതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. സംവാദത്തിന് ഇന്നിവിടെയുള്ള സംവാദം അറബി ഭാഷയും ഖുർആൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് അയ്യൂബ് മൗലവിയും ജബ്ബാർ മാഷും സംവദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സാങ്കേതിക തലത്തിൽ, ഭാഷാശാസ്ത്രമായ ഒരു സാങ്കേതിക തലത്തിലേക്ക് പോകാനുള്ള വലിയ ഒരു സാധ്യത മുന്നിലുണ്ട്. പലപ്പോഴും വളരെ അരോചകമായിട്ടുള്ള ഭാഷാശാസ്ത്ര പണ്ഡിതർക്ക് മാത്രം താല്പര്യമുള്ള, അതല്ലാത്ത എല്ലാവർക്കും ഒട്ടും താല്പര്യമില്ലാത്ത ഒന്നാണ് ഭാഷാശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനങ്ങളും അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളുമെല്ലാം. അപ്പോൾ അത്തരം സാങ്കേതികതയിലേക്ക് കൂടുതൽ പോകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം സാങ്കേതികത നമുക്കും തന്നെ വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. കാരണം പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങളും അതല്ല. അതോടൊപ്പം മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം അറബി ലോകത്തിൽ ഇംഗ്ലീഷും ഫ്രഞ്ചും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒഫീഷ്യൽ ലാംഗ്വേജായിട്ട് ഉപയോഗിക്കുന്നൊരു ഭാഷയാണ് അറബി. ലോകത്തിൽ അപൂർവമായ ഭാഷകൾ മാത്രമാണ് വലത് ഭാഗത്തു നിന്നും ഇടത് ഭാഗത്തേക്ക് എഴുതുന്നത്. അറബി, ഹീബ്രു, ഫാഴ്സി, ഉറുദു, അരമായിക്, ഇങ്ങനെ വളരെ കുറച്ച് ഭാഷകൾ മാത്രമാണ് വലത്തു നിന്നും ഇടത്തോട്ട് എഴുതുന്ന ഭാഷകളുള്ളത്. ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് സംസ്കാരങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭയിലെ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രധാന ഭാഷയുമാണ്. ഭാഷയുടേതായ ഒരു ചരിത്രമുണ്ട് എല്ലാ ഭാഷകളിലും. നിങ്ങളൊരു പക്ഷേ നമ്മുടെ മലയാള മനോരമ, മാതൃഭൂമി പോലെയുള്ള പത്രങ്ങളിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് അതല്ലെങ്കിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പങ്ക്തി കാണാറുണ്ടായിരിക്കും. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പത്രഭാഷ നമുക്കൊരു പക്ഷേ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയാവണമെന്നില്ല. പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാനോ അതല്ലെങ്കിൽ നമുക്ക് വളരെ മോശമായിട്ട് തോന്നുന്ന ചില പദങ്ങളോ പദപ്രയോഗങ്ങളോ ഉണ്ടാവും. നമ്മളൊരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബസ്സിലെല്ലാം വികലാംഗർ എന്ന് എഴുതി വച്ചിരുന്നു. ഇന്നത് ഭിന്നശേഷിക്കാർ എന്നാണ് എഴുതി വെക്കുന്നത്. അപ്പോൾ ഭാഷ നിരന്തരം മാറുകയാണ്. നമ്മുടെ ബോധതലങ്ങളും നമ്മുടെ ജ്ഞാനവും മനുഷ്യത്വത്തെക്കുറിച്ചുള്ള സമീപനങ്ങളും മറ്റ് സമൂഹങ്ങളോടും മറ്റ് വ്യക്തികളോടും ഇതര വ്യക്തികളോടും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളോട്, അത് എല്ലാ തരത്തിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളോടും ഉള്ള നിലപാടുകളുടെ ഭാഗമായിട്ട് നിരന്തരമായിട്ട് ഭാഷയിലും മാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ നിരന്തരമായുള്ള പ്രയോഗശാസ്ത്രങ്ങൾ ഭാഷയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇന്ന് പറയുന്ന എങ്ങനെയുണ്ട് പരിപാടി, പൊളിയായിരുന്നു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല പരിപാടിയായിരുന്നു എന്നർത്ഥം.
പക്ഷേ ഒരു 10 വർഷം മുമ്പ് പൊളിയായിരുന്ന പരിപാടി എന്ന് വെച്ചാൽ തല്ലിപ്പൊളി പരിപാടിയായിരുന്നു എന്നർത്ഥം. അപ്പോൾ ഭാഷ ഇങ്ങനെ മാറുന്നത് അതിൻ്റെ പ്രയോഗ രീതികളിലൂടെയാണ്. അപ്പോൾ എന്തു തന്നെയായാലും അതെല്ലാം സംവാദകർക്ക് വിട്ടുകൊടുക്കുന്നു. സാങ്കേതികതയ്ക്ക് അപ്പുറമുള്ള ഭാഷയുടെ ഉപയോഗങ്ങളും ഖുർആനിലെ ഭാഷാപ്രയോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലാണ് ഇത് സംവേദനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് അത് നമ്മുടെ ചർച്ചകളുടെ ഭാഗമാവേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് അത് നമ്മുടെ ചിന്തകളെ തുറന്നു വിടേണ്ടത് എന്നൊക്കെ ഈ സംവാദത്തിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യപ്പെടുമെന്ന് കരുതാം. ഇനി സംവാദത്തിൻ്റെ ഒരു ഫോമാറ്റ് ഞാനിവിടെ പറയുകയാണ്. ആകെ 2 മണിക്കൂറും 50 മിനിറ്റുമാണ് നമ്മൾ ഇതിന് കണക്കാക്കിയിട്ടുള്ള സമയം. നല്ല രീതിയിലുള്ളൊരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂട്ടുകയൊക്കെ ചെയ്യാമെന്നാണ് കരുതുന്നത്. വിഷയാവതരണം 20 മിനിറ്റാണ്. വിഷയാവതരണത്തിന് 2 പേരെ ജബ്ബാർ മാഷയും അയ്യൂബ് മൗലവിയിൽ നിന്നും നമ്മൾ നറുക്കെടുത്ത് ഒരാളെ തീരുമാനിക്കുന്നു. അതിനുശേഷം ആദ്യത്തെ റിബട്ടൽ അത് 10 മിനിറ്റ് വീതമാണ് 2 പേർക്കുമുള്ളത്. രണ്ടാമത്തെ റിബട്ടൽ 5 മിനിറ്റ് വീതം, മൂന്നാമത്തെ റിബട്ടൽ 5 മിനിറ്റ്, നാലാമത്തെ റിബട്ടൽ 5 മിനിറ്റ്. അതിനുശേഷം 10 മിനിറ്റ് വീതമുള്ള ഉപസംഹാരം. 60 മിനിറ്റ്, 1 മണിക്കൂർ നീളുന്ന ചോദ്യോത്തരങ്ങളുണ്ട്. ഈ ചോദ്യോത്തരങ്ങൾ എഴുതി വാങ്ങുകയാണ്. എഴുതി വാങ്ങിയിട്ട് ആ ചോദ്യങ്ങൾക്ക് ജബ്ബാർ മാഷും അയ്യൂബ് മൗലവിയും മറുപടി പറയുന്നതാണ്. ഈ രീതിയിലാണ് ഈ സംവാദത്തിൻ്റെ ഫോമാറ്റ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വളരെ സജീവമായതും വളരെ ജനാധിപത്യപരമായതും വളരെ വിജ്ഞാന കുതുകികളെപ്പോലെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തുറന്ന മനസ്സോടുകൂടിയുള്ളതുമായിട്ടുള്ള ഒരു സദസ്സിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത് തന്നെ നമ്മൾ നറുക്കെടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഫോമാറ്റ് ഞാൻ രണ്ടാമതൊന്നുകൂടി ആരൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടി വായിക്കുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ വാല. ഈ സംവാദം ഒരു വെല്ലുവിളിയോ മറ്റൊന്നുമല്ല. എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ്. ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് 2-3 വർഷമായി നമ്മുടെ ജബ്ബാർ മാഷിൻ്റെ ഖുർആൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ തുടക്കം എന്നത് കേവലം ഒരു ഭാഷാപരമായ ഒരു ചർച്ചകൾക്കപ്പുറം ഖുർആൻ അറബിയിലുള്ള ഒരു ഖുർആനാണ്. അത് ഖുർആൻ മനസ്സിലാക്കിയ ഒരാൾക്കാണ് അത് പഠിപ്പിക്കാൻ കഴിയുള്ളൂ എന്നതാണ് ഞാൻ ഉന്നയിച്ചിരുന്നത്. ആ നിലപാടാണ് എനിക്കിപ്പോഴും ഉള്ളത്. പഠിപ്പിക്കണമെങ്കിൽ, ഖുർആൻ ക്ലാസ് എടുക്കണമെങ്കിൽ ഖുർആനിനെ അതിൻ്റെ ഭാഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞ ഒരാൾക്കാണ് അത് ക്ലാസ് എടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ്. ഞാനത് ക്ലാസ്സിൽ ഒരു വീഡിയോ വെച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. മാഷിൻ്റെ
അത് മാഷ എന്നെ പറയുന്ന കാര്യം കേട്ടിട്ട് നമുക്ക് തുടങ്ങാം. ഖുർആൻ പഠിക്കാനും ഖുർആൻ ക്ലാസ് എടുക്കാനും ഖുർആനെ വിമർശിക്കാനും അറബി അറിയണം എന്നല്ലേ നിങ്ങൾ പറഞ്ഞു? അറബി അറിഞ്ഞിട്ടും കാര്യമില്ല. കാരണം അള്ളാഹ്ക്ക് അറബി അറിയില്ല. അള്ളാഹ്ക്ക് ഒരു കാര്യം അറബിയിൽ മര്യാദക്ക് പറയാൻ അറിയില്ല. കാരണം അള്ളാഹ് സ്കൂളിൽ പോയിട്ടില്ല. അള്ളാഹ് സ്കൂളിന്റെ പടി കാണാത്തത് കൊണ്ട്, ഭാഷ മര്യാദക്ക് കൈകാര്യം ചെയ്യാൻ അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ട്, ഒരു കാര്യവും വ്യക്തമായിട്ട് തർക്കമില്ലാത്ത രീതിയിൽ, അർത്ഥശങ്കയില്ലാത്ത രീതിയിൽ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞിട്ടില്ല. കാരണം അള്ളാഹുവിന് കൊളോക്കിയൽ സംസാര ഭാഷ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. മാഷ് പറഞ്ഞ ആ രീതിയിൽ അള്ളാഹ്ക്ക് അറബി അറിയില്ല എങ്കിൽ അത് ആരാണ് തീരുമാനിക്കുന്നത്? മാഷാണ് തീരുമാനിക്കുന്നത്. മാഷിൻ്റെ ഖുറാൻ ക്ലാസ് ഏകദേശം ഞാൻ കേട്ട ഒരാളാണ്. ഒരു ക്ലാസ് ഇതിന് വേണ്ടി അവലംബിക്കുകയാണ്. മാഷ് അള്ളാഹ്ക്ക് അറബി അറിയില്ലെങ്കിൽ ആ അറബി അറിയില്ല എന്ന് പറയാൻ മാത്രം മാഷ് അതിനെ അവലംബിക്കുന്നത് ഒരു ചെറിയൊരു, കാരണം ഭാഷയിലേക്ക് വല്ലാണ്ട് പോകണ്ട, ചെറിയൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. 35 ലയസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ. അവിടെ അനാവശ്യമായ വാക്കുകളോ വ്യാജമായ വാർത്തകളോ ഒന്നും നിങ്ങൾ കേൾക്കുകയില്ല സ്വർഗത്തിൽ. ഇവിടെ ഈ ഒരൊറ്റ അധ്യായത്തിൽ ഒരു ഉദാഹരണത്തിന് പറയുകയാണ്. അത് മാഷ ചെറുതാക്കാനല്ല കേട്ടോ, ആ ഭാഷയെ ബന്ധപ്പെട്ട് പറയാണ്. ഇപ്പം ലാ യസ്മഊൻ എന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല എന്നാണ്. മാഷ അവിടെ പറയുന്ന ല യസ്മഊൻ നിശ്ചയം കേൾക്കുമെന്നാണ്. ഖുർആനിലുള്ളത് ലാ യസ്മഊൻ എന്നാണ്. മാഷ് പറയുന്നതാവട്ടെ ല യസ്മഊൻ എന്നാണ്. എന്നിട്ട് അതിൻ്റെ മലയാള പരിഭാഷ വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കില്ല എന്നുമാണ് പറയുന്നത്. ഇത് ഇങ്ങനെ ആ അധ്യായം തന്നെ ഇങ്ങനെ കുറേ വട്ടം, ആ അധ്യായം ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അതിൽ തന്നെ മാഷ് പിന്നൊന്ന് പറയുന്നത് വകദ്ദബൂ ബിഹി കിദ്ദാബ, അത് ആ അധ്യായത്തിൽ തന്നെ ഉള്ളതാണ്. മാഷ് പറയുന്ന ഈ വാക്കുകൾ ഇങ്ങനെ അർത്ഥമില്ലാതെ വെറുതെ ഇങ്ങനെ വാരി വലിച്ച് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അന്ത്യാക്ഷരപ്രാസം പറയുന്നത് വെറുതെ ഇങ്ങനെ കുറേ തോന്നിയത് ഇങ്ങനെ പറയുകയാണ് എന്നാണ് മാഷ് പറയുന്നത്. മാഷ് ആ പറഞ്ഞതിന് ഉദാഹരണം വകദ്ദബൂ ബി ആയാതിന കിദ്ദാബ, ആ കിദ്ദാബ എന്നത് വെറുതെ അങ്ങ് പറയാണ് എന്നാണ്. സത്യത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ, നമ്മുടെ ആയത്തുകളെ അവർ ഒരു വ്യാജമാക്കുകയും ചെയ്തു. കദ്ദബു കിദ്ദാബ, വ്യാജമാക്കുകയും ചെയ്തു. ഇതൊക്കെ ഭാഷാ വൈകല്യമാണ്, ഒരേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആവർത്തിക്കുന്നത്. അതൊക്കെ പാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒപ്പിച്ച വേലയാണ്. അതാണ് മാഷ് പറഞ്ഞത്. അവിടെ കിദ്ദാബ എന്നുള്ളത് ഭാഷ പഠിച്ച ഒരാൾക്ക് അറിയാം. അപ്പം നമ്മൾ മലയാളത്തിൽ തന്നെ ക്രിയയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ ഭാഷയിലും അങ്ങനെ ഉണ്ട്. ഒരു ഓട്ടോ ഓടി, ഒരടി അടിച്ചു എന്നൊക്കെ പറയുന്ന വല്ലറബൂഹു ലർബൻ എന്ന് പറയാറുണ്ട്. മറർത്തു ബിഹി മററൻ, ഇങ്ങനെ അക്കൽത്തു ബിഹി അഖലൻ, ഇങ്ങനെ അറബിയിലും അല്ലാത്തോട്ട് ഒരു ഓട്ടോ ഓടി, ഒരടി അടിച്ചു എന്നൊക്കെ മലയാളത്തിലും എല്ലാ ഭാഷയിലുള്ളതുപോലെ അറബിയിലുണ്ട്. പക്ഷെ അത് അറബിയിൽ അങ്ങനെ ഇത് കാണുമ്പോൾ മാഷ തെറ്റിദ്ധരിച്ചു പോവുകയാണ്. അതേ അധ്യായത്തിൽ തന്നെ ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്ത, അവിടെ മാഷ് ചോദിക്കുന്നത് ഈ മീഖാത്തിനെ കുറിച്ചാണ്. മീഖാത്ത് എന്ന് പറയുന്നത് ഒരു കാലഘട്ടം, ഒരു സ്ഥലം, ഇതിനൊക്കെ പറയാനാണ് അറബിയിൽ ഉപയോഗിക്കുന്നത്. അവിടെ ഈ മാഷ് ഇതേ വാക്കുകൾ ആക്ഷേപിക്കുക ചെയ്യുന്നത്. ഇങ്ങനെ 24-ാമത്തെ വാക്യം ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ, അതിൽ വെച്ച് ഒരു തണുപ്പാകട്ടെ വല്ല പാനീയമാകട്ടെ അവർ രുചി നോക്കുന്നതല്ല. ഷറാബും ബർദും ഇല്ല എന്നാണ്. ബർദ് പറഞ്ഞാൽ തണുപ്പ് മഞ്ഞും എന്നൊക്കെയാണ് അർത്ഥം. ഷറാബ് എന്ന് പറഞ്ഞാൽ പാനീയം, കുടിക്കുന്ന സാധനം എന്നാണ്. എന്നാൽ കുടിക്കുന്ന സാധനം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇല്ലാ ഹമീമൻ വഗസ്സാഖ, ഹമീമും വഗസ്സാഖ, ഹമീമും ഗസ്സാഖും അല്ലാതെ ഒന്നുമില്ല കുടിക്കാൻ. അപ്പൊ ഹമീമും ഇപ്പൊ അതിൽ പറഞ്ഞത് കൂടുതൽ പറയുന്നില്ല. അതായത് ഇപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഇസ്ലാമിലൊരു അടിസ്ഥാന വാക്യമാണ്. അതിൽ ലാ ഇലാഹ, ഒരൊറ്റ ദൈവവുമില്ല, ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ എന്നാണ്.
മാഷ് ഇത് വിചാരിക്കണം അതേപോലത്തെ ഒരു വാക്കാണിത്. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറബ ഇല്ലാ ഹമീമൻ വഗസ്സാഖ. ആദ്യം അവിടെ വെള്ളമില്ല. ലാ യദൂഖൂന ഫീഹാ ബർദൻ തണുത്ത വെള്ളമോ വലാ ഷറാബൻ കുടിനീരോ ഒന്നും അവിടെ ഇല്ല. ഇല്ലാ ഹമീമൻ വഗസ്സാഖ. പിന്നെ ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് വൈരുദ്ധ്യം പറയുന്നത് മാഷ്. അറബിയിൽ ഇസ്തിസ്ന ഇല്ലട്ട് പറഞ്ഞപ്പോൾ അവിടെ ക്ലാസ്സിൽ ഒരാളില്ല ഇല്ല അബാബക്കർ, അബാബക്കർ ഒഴികെ എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്നിച്ച് നിഷേധിക്കുകയും ഒരാളെ മാത്രം സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഭാഷയിലെ പ്രയോഗമാണ്. അപ്പം ഞാൻ ഒരു അധ്യായത്തിലെ മാഷിൻ്റെ അത് മാത്രമാണ്. ഇനി അതവിടെ കട്ടെ. ഇപ്പോൾ ഭാഷയെക്കുറിച്ചാണ്. ഇപ്പോൾ അള്ളാഹ്ക്ക് അറബി അറിയില്ല എന്ന് പറയുന്ന ഒരാൾ അറബിയിലുള്ള ഖുർആൻ അത് അള്ളാഹു ഇറക്കിയോ ഇറക്കിയില്ല, അത് വേറെ നമ്മുടെ വിശ്വാസികളുടെ മാത്രം ബാധകമായ കേസാണ്. ഭൗതികവാദികൾ ഖുർആനെ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ ഖുർആൻ വിമർശന വിധേയമാക്കാൻ അറബി ഭാഷ പഠിക്കുകയും അറബി സംസ്കാരം പഠിപ്പിക്കുകയും അവരുടെ ചരിത്രങ്ങൾ പഠിക്കുകയും അങ്ങനെ പഠിച്ചതിന് ശേഷം, അത് വിമർശിക്കാൻ വേണ്ടി പഠിച്ചതുമല്ല, അതങ്ങനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ അവർക്ക് യുക്തിയുക്തമല്ല എന്ന് തോന്നും, അതിനെ വസ്തുനിഷ്ഠതല്ല എന്ന് തോന്നും. അങ്ങനെ ആയമേറിയ അപഗ്രഥനത്തിലേക്ക് പോയി വിമർശിച്ചവരുണ്ട്. അതിന് മുസ്ലിം പണ്ഡിതന്മാർ ആ തലത്തിൽ നിന്ന് മറുപടി പറഞ്ഞിട്ടുമുണ്ട്. മാഷ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊന്നും പഠിക്കാതെ മാഷ് 10-45 കൊല്ലമായാലും അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതൊരു പ്രശ്നമല്ല. ഇവിടെ ഒരുപാട് ആളുകൾ ഇസ്ലാം മതം വിമർശിക്കുന്നുണ്ട്. പക്ഷെ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞ് ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് അറബി അറിയും എന്ന രീതിയിൽ അതിനെ ആക്ഷേപിക്കുക മാഷ ചെയ്യുന്നു. മാഷ വാക്കുകളും ഭാഷകളും ഒക്കെ ഖുർആനിനെ പുച്ഛിക്കുകയാണ്, പ്രവാചകനെയും മുസ്ലിങ്ങളെയും നിന്ദിക്കുകയാണ്. മാഷിൻ്റെ ഓരോ ഭാഷക്കും അള്ളാഹു പൊട്ടനാണ്, ഇങ്ങനെയൊക്കെയുള്ള ഭാഷകളാണ് ധാരാളം ആളുകൾ കേട്ടാൽ. അപ്പോൾ ഞാൻ ഈ ഭാഷയിലേക്ക് പോകുന്നില്ല, മാഷ് പറഞ്ഞ ആശയത്തിലേക്കാണ് വരുന്നത്. മുസ്ലിങ്ങൾ ഇന്ന് ലോകത്ത് രണ്ടാമത്തൊരു മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. ബില്യൺ കണക്കിന് മുസ്ലിങ്ങളുണ്ട്. അവരത് ഫോളോ ചെയ്തുകൊണ്ടാണ് പോകുന്നത്, ഖുർആൻ ഫോളോ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. മുസ്ലിങ്ങൾക്കിടയിൽ പല സംഘടനകളും പല ചിന്താ പ്രസ്ഥാനങ്ങളുമുണ്ട്. എന്നാൽ പോലും ഖുർആനിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഖുർആനിനെ കുറിച്ച് വിമർശിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് പരിചയമില്ലാത്ത, അവരെ പഠിപ്പിക്കാത്ത ആശയമാണ് മാഷ് മുസ്ലിങ്ങളെ മേൽ വെച്ച് കെട്ടിയിട്ട് ഖുർആൻ വെച്ചിട്ട് പറയുന്നത് അവരങ്ങനെയാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്ന് പറയുന്നിടത്ത് മാഷ് പറയുന്നത്, പിന്നെ ഹജ്ജിന് പോയവർക്കറിയാം, സഫാ മർവ എന്ന ഈ 2 കുന്നുകളെ ശആഇരില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ വിഗ്രഹങ്ങളാണ്, ബിംബങ്ങളാണെന്നാണ് മാഷ് പറയുന്നത്. മുസ്ലിങ്ങൾ പൊതുവെ ബഹുദൈവാരാധനക്കെതിരാണ്. അതുകൊണ്ട് മാഷ് തന്നെ പറയും ബഹുദൈവാരാധനക്കെതിരാണ്, പക്ഷേ ബിംബങ്ങൾ അവർക്കുണ്ട് താനും, അതിനൊരു കുഴപ്പമില്ല എന്നാണ്. ആ വീഡിയോ നിങ്ങൾ കേട്ടോക്കൂ. അതല്ല, മുസ്ലിം രാഷ്ട്രത്തിൽ 2 ഗോത്രങ്ങൾ തമ്മിലല്ല പ്രശ്നം ഉണ്ടാവുക, ഒരു ഗോത്രത്തിനകത്തുള്ള ആളുകൾ തമ്മിലാണ് ചിലപ്പോൾ. ഇന്ന സ്വഫാ വൽ മർവ, ഈ 2 കുന്നുകൾ, അതിനെ മുസ്ലിങ്ങൾ ആദരപൂർവ്വം കാണുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ആരാധനാപൂർവമല്ല. ആരാധനയും ആദരവും വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ അടയാളമാണ്, ചിഹ്നമാണ് ദേശീയ പതാക, ഭരണഘടന എന്നൊക്കെ. ഭരണഘടന, ദേശീയ പതാകയെ നമ്മൾ ആദരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ആരാധിക്കുന്നു എന്നല്ല. പക്ഷെ അത് മുസ്ലിങ്ങളുടെ പേരിൽ മാഷ് ഒരിക്കൽ പോലും മുസ്ലിങ്ങളുടെ സഫാ മർവയെ ആരാധിച്ചിട്ടില്ല. മാത്രമല്ല, ഇതിൻ്റെ സബബുൻ നുസൂൽ, ഇതിറങ്ങാനുള്ള പശ്ചാത്തലം, ഈ വചനം അവതരിക്കുന്നത് സ്വഫയിലെയും മർവയിലെയും 2 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. ആദ്യം അൻസാറുകൾ വന്നിട്ട് അതിൽ ത്വവാഫ് ചെയ്യാൻ, സഈ ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ, ഒരു വിഷമം തോന്നിയപ്പോൾ അത് ആ വിഗ്രഹങ്ങളെല്ലാം ഒക്കെ എടുത്തു കളഞ്ഞല്ലോ. ഇനി ആ മലകൾ കേവലം മലകളും കുന്നുകളും മാത്രമാണ്. അള്ളാഹു ആദരിച്ചു എന്നതുകൊണ്ട് നിങ്ങൾ ആദരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്, അത് നിങ്ങൾ സഈ ചെയ്യൂ എന്നാണ് പറയുന്നത്. അതിനെയാണ്. ഇല്ലെങ്കിൽ തന്നെ മാഷിൻ്റെ മൊത്തം വീഡിയോ എടുത്ത് പരിശോധിച്ചാൽ ഈ സബബുൻ നുസൂൽ എന്ന് പറഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ കൂടി മുസ്ലിം സമൂഹത്തിന് മേൽക്കൊണ്ട് വെച്ച് കെട്ടലാണ്.
അതിനെ വിമർശിച്ചുകൊണ്ടും അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഇറങ്ങുന്നത്. ഒന്നതാണ്. രണ്ട്, മാഷൊരു വീഡിയോയിലുള്ളതാണ്, നിരപരാധികളെ കൊല്ലാനാണ് ഇസ്ലാമിലെ കൽപ്പന. അതെവിടെയാണ് പറയുന്നത്? കിസാസ് പറയുന്നിടത്താണ്. കുത്തിബ അലൈക്കുമുൽ കിസാസു ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ എന്ന വാക്ക് ഓതിയിട്ട് മാഷ് തന്നെ ഒരു കഥ ഉണ്ടാക്കുകയാണ്. ഇപ്പം 2 ഗോത്രങ്ങൾ, ഇപ്പം ഇന്നത്തെ കാലത്ത് രാജ്യങ്ങളാണ്, അന്ന് 2 ഗോത്രങ്ങളാണ്. അങ്ങനെ ഒരു ഗോത്രത്തിലെ ഒരാണ് അപ്പുറത്തെ ഗോത്രത്തിലെ പെണ്ണിനെ പോയി കൊന്നു എങ്കിൽ പെണ്ണിന് പെണ്ണ് എന്നല്ലേ, അതുകൊണ്ട് അവിടുത്തെ പെണ്ണ് മരിച്ചതുകൊണ്ട് ഈ ഗോത്രത്തിലെ പെണ്ണിനെ കൊല്ലണം. ഇതെവിടുന്നാണ് കിട്ടുന്നത്? മാഷ് വെറുതെ പറയാണ്. ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞോ? ഏതെങ്കിലും മലയാള പരിഭാഷകളിലുണ്ടോ? മാഷ് അവലംബിക്കുന്നത് പരിഭാഷകളാണല്ലോ. ഒരു പരിഭാഷയിലുമില്ല. പരിഭാഷയിൽ പോലും ഇല്ലാത്തതാണ് മാഷി സമൂഹത്തെ പറ്റി പറയുന്നത്. അവിടെ അൽ ഹുർറു ബിൽ ഹുർരി എന്ന് പറയുന്നത് കൊന്നോനെ കൊല്ലണം എന്നാണ്. അറബിയിൽ തന്നെ ഒരു നിയമമുണ്ട്, മസലും ബി മസൽ, മുസാവയായിരിക്കണം എന്നാണ്. അന്നുണ്ടായിരുന്ന അനീതിയെ ഒരു ഗോത്രത്തിൽ നിന്ന് അപ്പുറത്തെ ഗോത്രത്തിലുള്ള ആരെങ്കിലും കൊന്നാൽ അവിടെ നിന്നായിട്ട് പടയായി വന്ന് ഈ ഗോത്രത്തെ മൊത്തം നശിപ്പിക്കുന്നതിനാണ് ഇത് വിലക്കിക്കൊണ്ട് വരുന്നത്. ഇവിടെ തന്നെ ഇന്ദിരാഗാന്ധിയെ കൊന്നപ്പോൾ സിഖുകാരെ മൊത്തത്തിൽ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദ്രോഹം ചെയ്തിരുന്നു. ഇന്ന് പോലും അതുണ്ട്. പാർട്ടിക്കാരനെ ഒരാളെ വെട്ടിയാൽ തിരിച്ചിങ്ങോട്ട് 10 ആളെ വെട്ടുക. ഇങ്ങനെ 7ാം നൂറ്റാണ്ടിലുള്ള ഒരു നിയമത്തെ നീതിപൂർവമായി കൈകാര്യം ചെയ്യാൻ തെറ്റാരാണോ ചെയ്തത് അയാളെ തന്നെയാണ് വധിക്കേണ്ടത്, ശിക്ഷിക്കേണ്ടത് എന്നാണ്. അത് മാഷിക്ക് അറിയാതെ പോകുന്നത് അവിടെ അറബിയിൽ മാഷ് ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ അറബി അറിയാതെ കുറേ ക്ലാസ് എടുത്തിട്ട് ഖുർആൻ അറിയാതെ ക്ലാസ് എടുത്തിട്ട് എന്താ കുഴപ്പം? നിങ്ങൾ നോക്കൂ, അൽ ഹുർറു ബിൽ ഹുർരി എന്നുള്ളിടത്ത് അൽ ഹുർ എന്ന് പറഞ്ഞാൽ ആരാണോ കാത്തിൽ അയാൾ അറിയപ്പെട്ടിട്ടുണ്ട്, അയാളാണ്. ബിൽ ഹുർ അവിടെയുണ്ട് ഒരു അല്ല്. മാഷ് പറഞ്ഞ മാതിരിയാണെങ്കിൽ വരേണ്ടത് ഹുർറുൻ ബിൽ ഹുർരി അബ്ദുൻ ബിൽ അബ്ദി ഉൻസ ബിൽ ഉൻസ എന്നാ വരേണ്ടത്. അങ്ങനെയല്ല അല്ല പറഞ്ഞത്, അങ്ങനെയല്ല ഖുർആനിലുള്ളത്. മാഷ് പറഞ്ഞ മാതിരി വരേണ്ടത് അങ്ങനെയാണ്. നാം പരിഭാഷകളിലുള്ളതോ മാഷ് മുകളിൽ നിന്നും താഴെ നിന്നും ഒഴിവാക്കിയിട്ട് മാഷ് തന്നെ പറയുന്നുണ്ട്, ചെറിയ പിക്കിംഗ് ആണ് എല്ലാവരും ചെയ്യുന്നത്. മുഫസ്സിറുകളൊക്കെ കൃത്രിമം കാണിക്കാൻ മാഷ് തന്നെ അമാനി മൗലവിൻ്റെത് മുകളിൽ നിന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഖിസാസ് എന്ന് പറഞ്ഞാൽ നീതിപൂർവമായ പ്രതിക്രിയയാണ്, വെറും പ്രതിക്രിയയല്ല, നീതിപൂർവമായ പ്രതിക്രിയയാണ് എന്ന് പറഞ്ഞോടുത്ത് അദ്ദേഹം അതിന് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം എടുത്തു മാറ്റിയിട്ടാണ് മാഷ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ തുല്യ വിലയുള്ള തുല്യ മൂല്യമുള്ള ഒരാളെ പകരം കൊന്നുകൊണ്ട് തുല്യ നഷ്ടം മറ്റവർക്ക് വരുത്തുക എന്നതാണ് പ്രതിക്രിയയുടെ യുക്തി. ഇത് ആദ്യകാലത്ത് ഗോത്രകാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു ചട്ടമാണ്, ഒരു നിയമമാണ്. വളരെ പ്രാകൃതമാണ്. കാരണം ഇവിടെ കുറ്റം ചെയ്ത വ്യക്തിയെ അല്ല പകരം കൊല്ലുന്നത്, മറിച്ച് കൊല്ലപ്പെട്ടയാളുടെ മൂല്യം കണക്കാക്കിയിട്ട് തുല്യ മൂല്യമുള്ള നിരപരാധിയായ മറ്റൊരു വ്യക്തിയെ പകരം കൊല്ലുക എന്നതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്നത്തെ നീതിബോധം വെച്ച് നോക്കുമ്പോൾ അങ്ങേയറ്റം അന്യായമാണ്, തെമ്മാടിത്തമാണ്. അങ്ങനെ ചെയ്തിക്കണമെങ്കിൽ അന്യായമാണ്. അങ്ങനെ മുസ്ലിങ്ങൾ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും മുസ്ലിങ്ങൾ, എത്ര സംഘടന ഉണ്ട്, ഇപ്പൊ മാഷ കയ്യിൽ തന്നെ ധാരാളം പരിഭാഷകളുണ്ട്, ഓരോ സംഘടനക്കും പരിഭാഷകളുണ്ട്. ഏതെങ്കിലും സംഘടനക്കാർ അങ്ങനെ പറഞ്ഞോ? ഇല്ല. ഇംഗ്ലീഷിൽ പരിഭാഷയുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവർ പരിഭാഷകൾ എഴുതിയിട്ടുണ്ട്. അവരാരും പറയാത്തത്, ഈ കാലം വരെ മുസ്ലിങ്ങൾ അംഗീകരിക്കാത്തത് മുസ്ലിങ്ങളെ തലയിൽ വെച്ച് കെട്ടിയിട്ട് ഖുർആനാണല്ലോ മുന്നിൽ വെച്ചിട്ട് നിൽക്കുന്നത്. ഖുർആൻ, അപ്പം ഇത് ഖുർആനിലുണ്ട് എന്ന് തോന്നും. മാഷ ഖുർആന്റെ ക്ലാസിന്റെ പ്രൊമോട്ടർമാരാരാണ്? ഇതര മതസ്ഥർ, അല്ലെങ്കിൽ ഇവിടുത്തെ ഫാസിസ്റ്റുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവരാണ്. അവരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്നിട്ട് മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കുവാനും അവരെക്കുറിച്ച് ഭീതി ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ഈ ക്ലാസ്സുകൾ. ആ മൊത്തം ക്ലാസ് എടുത്ത് പരിശോധിച്ചാൽ ഇതാണ് അതിൻ്റെ അകത്തുള്ളത്. മാഷ് അറിഞ്ഞോ അറിയാതെയോ മാഷ് ഇവിടെ ചെയ്യുന്നത് മുസ്ലിങ്ങളൊക്കെ മോശക്കാരാണ്, അവരൊക്കെ പാർശ്വവൽക്കരിക്കുകയും അവരെക്കുറിച്ച് ഭീതി ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ആ ക്ലാസ്. അതിൽ മറ്റൊരു സംഗതിയാണ്, പിന്നെ
മാഷ് തന്നെ പറയുന്നൊരു സംഗതിയാണ്, ഈ നൊന്തുപെറ്റ സ്ത്രീക്ക് കുഞ്ഞിൽ ഒരു അവകാശമല്ല. അത് എവിടെയാ പറയുന്നത്? നൊന്തുപെറ്റ സ്ത്രീക്ക്, അതായത് വലിൽ മുത്തല്ലക്കാത്തി, വിവാഹമോചിതയായ ഒരു സ്ത്രീക്ക് കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കണം? ഭർത്താവ് ഏറ്റെടുക്കണം. അവർക്കാണല്ലോ കുഞ്ഞുണ്ടായത്. രണ്ടാളുടെയും ഉത്തരവാദിത്തമാണ് കുഞ്ഞ്. ഇയാൾക്ക് ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്യുമ്പോൾ ആ ഉത്തരവാദിത്ത സ്ത്രീകൾ ഓൾറെഡി ഉണ്ട്. പക്ഷെ വക്കാന മൗലൂദുല്ലഹു, അതിൻ്റെ ഉത്തരവാദിത്തം തനിക്കും കൂടി ഉണ്ട്. ആ സ്ത്രീയെ അവശയായി ബുദ്ധിമുട്ടിക്കരുത് എന്നാണ്. ഖുർആൻ വിട്ടോളൂ. ഇന്ന് കോടതിയിലെ നിയമം എന്താണ്? ആ കുട്ടിക്ക് പ്രായപൂർത്തിയെത്തേറെ ചെലവിന് കൊടുക്കണം എന്നാണ്. ആര് കൊടുക്കണം? ഭർത്താവ് കൊടുക്കണം എന്നാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ജനാധിപത്യ കോടതിയിലും അതാണ് നിയമമുള്ളത്. ഇല്ലാത്തൊരു നിയമം മുസ്ലിങ്ങൾ ഇങ്ങനെയാണെന്നാ പറയുന്നത്. ഏതെങ്കിലും മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തിക്കണമെങ്കിൽ ഇസ്ലാം എന്ത് പേച്ചു? അപ്പോൾ ഇതാണ് മാഷ് പറയുന്ന മറ്റൊന്ന്. നോക്കൂ, മക്കളും ഇസ്ലാമിൽ ഒരു മക്കൾ ഉമ്മയോട് കാണിക്കേണ്ട മര്യാദകൾ, ഉമ്മ മക്കളോട് കാണിക്കേണ്ട മര്യാദകൾ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. ഒരു വൃദ്ധസദനങ്ങളിൽ പോലും ഒരു മുസ്ലിം കുട്ടി വിചാരിക്കുന്ന എൻ്റെ ഉമ്മ അവിടെ ഉണ്ടാകരുത്, എൻ്റെ കാൽ കീഴിൽ തന്നെ ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവരോട് സ്നേഹപരമായി വളരെ ബഹുമാനപരമായി പെരുമാറണമെന്ന് പഠിപ്പിച്ചതാണ് ഇസ്ലാം. മാതാപിതാക്കളോട് കാണിക്കേണ്ട മര്യാദ പഠിപ്പിച്ചതാണ്. ആ മതത്തിൻ്റെ ആളുകളോടാണ് അവർ ചെയ്യാത്ത കാര്യം പറയുന്നത്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വകാന മൗലൂദുല്ലഹാ വകാന മൗലൂദുല്ലഹു, അത് രണ്ടും ഒന്നിച്ചാണ്. ആ മൗലൂദുല്ലഹു എന്ന് പറഞ്ഞാൽ തന്നെ മറ്റേതവിടെ വന്നു ചേരും. ഒരു കാര്യം പറയുന്നത് മഫ്ഹൂ മുഖാലബ എന്ന് പറയുന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് എൻ്റെ സമയം അവസാനിച്ചു. കൺക്ലൂഡ് ചെയ്താൽ മതി. ഒരു മിനിറ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്തോ. ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സദസ്സ് ഇത് എതിർ സംവാദകൻ മറ്റേ സംവാദകൻ എന്നുള്ള രീതിയിൽ എല്ലാ സംവാദകർക്കും കൃത്യമായിട്ട് തന്നെ നല്ല പ്രോത്സാഹനം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു കുറച്ചും കൂടി ലൈവ് ആവണം നമ്മുടെ സദസ്സ്. വളരെ ഡ്രൈ ആയിട്ട് പോവുകയാണ്. നമ്മൾ ഡ്രൈ ആയൊരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ വളരെ ലൈവായിട്ട് രണ്ടുപേർക്കും നല്ല രീതിയിലുള്ള പ്രോത്സാഹനം കൊടുത്ത് ഒരു പാസീവായിട്ട് ഇരിക്കാതെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷനാണ് സദസ്സിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ അറബി ഭാഷയുടെ സാങ്കേതിക വശങ്ങളും അത് ഏത് രീതിയിലൊക്കെയാണ് പ്രയോഗവൽക്കരിക്കുന്നതെന്നും അതിനകത്ത് ജബ്ബാർ മാഷോടുള്ള വിമർശനങ്ങൾ എന്താണെന്നും അയ്യൂബ് മൗലവി കഴിഞ്ഞൊരു 21 മിനിറ്റോളം എടുത്ത് വിശദീകരിക്കുകയുണ്ടായി. അടുത്തായി അയ്യൂബ് ജബ്ബാർ മാഷെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓക്കെ ആണോ? വിളിച്ചു. പ്രിയപ്പെട്ടവരെ, സമയം വളരെ പരിമിതമാണ് എന്നതുകൊണ്ട് തന്നെ മറ്റു ആമുഖ ഉപചാരമൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അയ്യൂബ് നേരത്തെ ഒരു സംസാര ശകലത്തിൽ ഉന്നയിച്ച 2-3 ആരോപണങ്ങൾ അല്ലെങ്കിൽ 2-3 വിമർശനങ്ങൾക്കാണ് എനിക്ക് മറുപടി പറയേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത്. അതിന് ഞാൻ 2-3 പാർട്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 2-3 ഭാഗങ്ങൾക്കും വിശദമായ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു മറുപടി നൽകണമെങ്കിൽ എനിക്ക് ചുരുങ്ങിയത് 2 മണിക്കൂർ വേണം. ആ 2 മണിക്കൂർ പറയേണ്ട സംഗതിയെ 20 മിനിറ്റിലേക്ക് ചുരുക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാനിപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഞാനൊരു പരിഹാരം നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഇതിന് വിശദമായ ഒരു മറുപടി 1, 2, 3 പാർട്ടായിട്ട് വീഡിയോ രൂപത്തിൽ ചെയ്ത് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇന്നോ നാളെയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ അയ്യൂബ് ഉന്നയിച്ച വാദങ്ങൾക്കും ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള
വാദങ്ങൾക്കുമെല്ലാമുള്ള എൻ്റെ വിശദീകരണം ആ വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. ഇവിടെ ഞാൻ അതിൻ്റെ വളരെ ചുരുക്കം ചില പോയിന്റുകൾ മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അറബി എഴുതാനോ വായിക്കാനോ അറിയാത്ത ആൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയല്ല. ഞാൻ 10ാം ക്ലാസ്സിൽ അറബി പാസ്സായ ആളാണ്. അറബി സ്കൂളിൽ 50% മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എഴുത്തും വായന അറിയാത്ത ഒരാൾക്ക് 50% മാർക്ക് 10ാം ക്ലാസ് പരീക്ഷയിൽ കിട്ടില്ലല്ലോ. അപ്പോൾ എഴുതാനും വായിക്കാനൊക്കെ അറിയാം, പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അറബി ഭാഷ അറിയാത്ത ഒരാൾക്ക് ഖുർആൻ മനസ്സിലാവില്ല എന്ന് പറയുന്നത് ഇസ്ലാം എന്ന മതത്തിൻ്റെ അടിസ്ഥാന വേരിനെ വെട്ടുന്ന ഒരു സെൽഫ് ഗോളാണ്. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു പോയിന്റ്. മനസ്സിലാക്കാൻ എന്ന് ഞാൻ ബോധപൂർവമാണ് പറഞ്ഞത്. മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനാണ് ക്ലാസ് എന്ന് പറയാം. എനിക്ക് ഖുർആൻ വായിച്ചപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ഈ സമൂഹത്തിന് എനിക്ക് പറ്റുന്ന രീതിയിൽ ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാൻ ഖുർആൻ ക്ലാസ് നടത്തുന്നത്. ആ അർത്ഥത്തിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ആ മനസ്സിലാക്കലുകളിൽ തെറ്റുണ്ടായിരിക്കാം, അത് ഓക്കെ. അത്തരം വിമർശനങ്ങളൊക്കെ നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം. അത് തന്നെയാണ് ചർച്ചയും സംവാദം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഇത് സെൽഫ് ഗോളാണ് എന്ന് ഞാൻ പറയാൻ കാരണം, ഇന്ന് ആധുനിക ഇസ്ലാമിൻ്റെ ദഅ്വാക്കാരൊക്കെ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരോട് ഖുർആൻ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു വിശേഷണമുണ്ട്. ഖുർആൻ പടച്ചോൻ എന്ന നമ്മുടെ സ്രഷ്ടാവ് അദ്ദേഹം നിർമ്മിച്ചു വിട്ട ഈ സാധനത്തിൻ്റെ മുമ്പിലേക്ക് കൊടുത്തയച്ചിട്ടുള്ള കാറ്റലോഗാണ് എന്നാണ്, അല്ലെങ്കിൽ യൂസർ മാനുവൽ ആണെന്നാണ്. കാറ്റലോഗ് അല്ലെങ്കിൽ യൂസർ മാനുവൽ എന്ന നിലക്ക് ഒരു ഉടമസ്ഥൻ, ഒരു നിർമ്മാതാവ് അയാൾ നിർമ്മിച്ച ഒരു പ്രോഡക്റ്റിൻ്റെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്ന കാറ്റലോഗ് പോലെ പടച്ചോൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ നിർമ്മാതാവ് മനുഷ്യൻ്റെ മുമ്പിലേക്ക് വെച്ച് തന്നിട്ടുള്ള യൂസർ മാനുവലാണ്, കാറ്റലോഗാണ് ഖുർആൻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അറബി ഭാഷ അറിയാത്തവർക്ക് ആ കാറ്റലോഗ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് വാദമെങ്കിൽ പടച്ചോന് വേറെ വല്ല പണി ചെയ്യുന്നതാവും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം, ഇപ്പോൾ ചൈനയിൽ നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടാക്കി കൊടുത്തേക്കുന്നുണ്ട്. ചൈനയിൽ ഉണ്ടാക്കുന്ന ഒരു ഉപകരണം ലോകത്തെ എല്ലാ രാജ്യത്തേക്കും കയറ്റിയേക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഉപകരണത്തിൻ്റെ കൂടെ പാക്ക് ചെയ്ത് വിടുന്ന ഒരു കാറ്റലോഗ് ചൈനീസ് ഭാഷയിൽ മാത്രമായിരിക്കുകയും എന്നിട്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ഞങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ ചൈനീസ് ഭാഷ പഠിച്ചിട്ട് വേണം ഈ കാറ്റലോഗ് വായിക്കാൻ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ നിർമ്മാതാവിനെ, ആ കമ്പനി മാനേജറെ ആ സ്ഥാനത്തുനിന്ന് പുറത്താക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ ചൈനക്കാർ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇന്നത്തെ കമ്പനി പ്രോഡക്റ്റ് ഒക്കെ അയക്കുമ്പോൾ കൊടുക്കുന്ന കാറ്റലോഗ് എന്താ ചെയ്യുന്നത്? അവർ ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ ഭാഷക്കാർക്കാണോ ഈ സാധനം കൊടുത്തയക്കുന്നത് എന്ന് നോക്കിയിട്ട് ആ ഭാഷയിലൊക്കെ കാറ്റലോഗ് തയ്യാറാക്കും. എന്നിട്ട് ഇന്ത്യയിലേക്ക് കൊടുത്തയക്കുമ്പോൾ ഇന്ത്യൻ ഭാഷകളിലുള്ള കാറ്റലോഗ് അയക്കും, അമേരിക്കയ്ക്ക് കൊടുത്തയക്കുമ്പോൾ ഇംഗ്ലീഷിലയക്കും, അറബ് നാടുകളിലേക്ക് അയക്കുമ്പോൾ അള്ളാന്റെ ഭാഷയിലും അയക്കും. അങ്ങനെയാണ് തലക്ക് വെളിവുള്ള ഒരു കമ്പനി മാനേജർ കാറ്റലോഗ് കൊടുത്തയക്കാം. ഇവിടെ പടച്ചോൻ എന്ന് പറയുന്ന ഈ നിർമ്മാതാവ് അറബി ഭാഷയിൽ അറബികൾക്ക് ഒരു കാറ്റലോഗ് കൊടുത്തയച്ചിട്ട് ലോകത്തുള്ള എല്ലാ ഭാഷക്കാരും അറബി ഭാഷ പഠിച്ചിട്ട് ഇതിന്റെ കാറ്റലോഗ് വായിച്ചിട്ട് വേണം ജീവിക്കാൻ എന്ന് നമ്മളോട് നിർദ്ദേശിക്കുന്നുവെങ്കിൽ അത് സെൽഫ് ഗോളാണ് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇനി ഈ കാറ്റലോഗിൻ്റെയും യൂസർ മാനുവലിൻ്റെയും കാര്യം ഇന്ന് അയ്യൂബ് പറയുന്നതോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇവിടെ പറയുന്നതോ അല്ല, സാക്ഷാൽ ഖുർആനിൽ പറയുന്നത്. ഖുർആനിൽ എന്താ പറയുന്നതെന്നറിയോ? ഈ കാറ്റലോഗ് ഞാൻ കൊടുത്തയച്ചിട്ടുള്ളത് മക്കക്കാർക്കും അറബികൾക്കും വേണ്ടി മാത്രമാണ് എന്നാണ്. മാത്രമല്ല, ഇതാ നോക്കൂ, വഅർസൽനാ മിന റസൂലി ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. യാതൊരു ദൈവദൂതനെയും തൻ്റെ ജനതയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഷയിലല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. ആരാ പറയുന്നത്?
ഖുർആനിൽ അള്ളാഹു പറയാ, അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ഭാഷയിലും അള്ളാഹുവിൻ്റെ കാറ്റലോഗ് കാണണം. മലയാളത്തിലെ കാറ്റലോഗ് എവിടെ? മലയാളത്തിലെ കാറ്റലോഗും കൊണ്ടുവന്ന ദൂതൻ എവിടെ? അള്ളാഹിനോട് ഞാൻ ചോദിക്കുകയാണ്. പക്ഷെ അള്ളാഹ് ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് അള്ളാഹിൻ്റെ വക്കീലന്മാരോടാണ് ചോദിക്കുന്നത്. ഇനി മക്കക്കാരോട് അള്ളാഹ് പറയാണ്, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾക്ക് ഗ്രഹിക്കുന്നതിന് വേണ്ടി അറബി ഭാഷയിൽ ഒരു ഖുർആൻ ഞാൻ കൊടുത്തയച്ചു. ആരാ നിങ്ങൾ? മക്കക്കാരാണ്. അത് ഞാൻ പറയുന്നതല്ല, വിശദമായിട്ട് പിന്നെയും പറയുന്നുണ്ട്. മക്കയിലും അതിന് ചുറ്റുമുള്ളവർക്ക്, ഇവിടെ മക്ക എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല, ഉമ്മുൽ ഖുർആൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉമ്മുൽ ഖുറായിലും അതിന് ചുറ്റുമുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ അറബി ഭാഷയിൽ ഞാൻ കാറ്റലോഗ് കൊടുത്തയച്ചിരിക്കുന്നു എന്നാണ് ഖുർആനിൽ പറയുന്നത്. നമ്മൾ മലയാളികൾ ഈ കാറ്റലോഗും പേറിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തീർന്നില്ല. നിനക്ക് നിന്റെ ഭാഷയിൽ ഇതിനെ നാം ലളിതമാക്കി തന്നിട്ടുള്ളത് അവർ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആരാലോചിച്ച് മനസ്സിലാക്കാൻ? അറബികൾ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ലളിതമാണെന്നാണ് പറഞ്ഞത്. ലളിതത്തിൻ്റെ കോലം നമുക്ക് പിന്നെ പറയാം. നമുക്ക് അവിടുന്ന് പോവാം. വചനങ്ങൾ വിശദീകരിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അറബി ഭാഷയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം അറബികളോടാണ് പറയുന്നത്. നമുക്ക് അറബിയിൽ മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ അള്ളാഹ് കൊടുത്തയച്ച ഈ കാറ്റലോഗ് നമുക്ക് യാതൊരു പ്രയോജനമില്ലെന്ന് അള്ളാഹ് തന്നെ പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അറബി അറിയാത്തവർക്ക് അള്ളാന്റെ കാറ്റലോഗും യൂസർ മാനുവലും വായിച്ചാൽ മനസ്സിലാവില്ല എന്നാണ് ഇപ്പൊ നിങ്ങൾ എനിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന വാദമെങ്കിൽ ആ വാദത്തോടു കൂടി ഇസ്ലാം പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കണം. ഇനി അറബിയിൽ എന്തുകൊണ്ട് ഖുർആൻ ഇറക്കിയെന്ന കാര്യം അന്നത്തെ മക്കക്കാർ തന്നെ ചർച്ചയാക്കിയിട്ടുണ്ട്. ചർച്ചയ്ക്ക് മറുപടിയാ പറഞ്ഞത് പോരാന്ന് തോന്നിയപ്പോൾ ഒന്ന് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹ് പറഞ്ഞതാണിത്. നാം ഇതിനെ ഒരു അനറബി ഖുർആനാക്കിയിരുന്നെങ്കിൽ ഓല് പറഞ്ഞേക്കും എന്തുകൊണ്ട് ഇതിലെ വചനങ്ങൾ ഞങ്ങൾക്ക് വിശദമാക്കപ്പെട്ടില്ല. അത് പറയൂലേ? പിന്നെ ഇത് പറയേണ്ട ആവശ്യം എന്താണ്? ഇത് മഹാമണ്ടത്തരമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കാരണം അള്ളാഹ് നേരത്തെ എന്താ പറഞ്ഞത്? ഞാൻ അറബിയിൽ അറബികൾക്കും മലയാളികൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷിലും ചൈനക്കാർക്ക് ചൈനീസിലും കാറ്റലോഗ് കൊടുത്തേക്കും എന്നാണ് നേരത്തെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അറബികളോട് നിങ്ങൾക്ക് ഞാൻ അനറബിയിൽ ഖുർആൻ അയച്ചിരുന്നെങ്കിൽ നിങ്ങൾ അതിനും കുറ്റം പറയുമെന്ന് പറയുന്നതിൻ്റെ എന്താ ആവശ്യമുണ്ട്? അറബികൾക്ക് അറബിയിൽ കൊടുത്തയച്ച പഠിച്ചോൻ മലയാളികൾക്ക് മലയാളത്തിൽ കൊടുത്തേക്കണം, ചൈനക്കാർക്ക് ചൈനീസിൽ കൊടുത്തേക്കണം. ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഷയിൽ അള്ളാഹു എന്ന് പറയുന്ന ഒരു പഠിച്ചോനെ പറ്റി ഒരു സൂചന നൽകുന്ന ഒരു കടലാസിന്റെ കണ്ടത്തിന്റെ പോസിൽ തെളിവെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? ഇല്ല. കാരണം അള്ളാഹു എന്ന് പറയുന്ന പഠിച്ചോൻ മക്കയിലെ ഖുറൈശികളുടെ ഒരു ഗോത്രദേവൻ മാത്രമായിരുന്നു. ആ ഗോത്രദേവനെ പിടിച്ചിട്ട് മുഹമ്മദ് കോസ്മോപോളിറ്റൻ ദൈവമായിട്ട് യൂണിവേഴ്സൽ ദൈവമായിട്ട് ഊതി വീർപ്പിച്ചപ്പോഴാണ് ഈ മാതിരി വിഡ്ഢിത്തങ്ങൾ ആ ദൈവത്തിന്റെ പേരിൽ എഴുതി വെക്കപ്പെട്ടത്. ഇത് ലളിതമായിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞത്. എന്നിട്ട് ലളിതമായിട്ട് കാറ്റലോഗ് കൊടുത്തയച്ചിട്ട് ആ കാറ്റലോഗ് വായിച്ചിട്ട് മനസ്സിലാക്കാതെ തിരിഞ്ഞുത്തിപ്പോയി എന്ന് മക്കാരെ കുറിച്ച് നിരന്തരം 13 കൊല്ലം പയ്യരം പറയായിരുന്നു പക്ഷോന്റെ പണി. കാറ്റലോഗ് മനസ്സിലാവാഞ്ഞിട്ടേ ലളിതമായിട്ട് പറഞ്ഞു കൊടുത്തൊരു കാറ്റലോഗ് നമുക്കല്ല, അറബികൾക്ക് മനസ്സിലായിട്ടില്ല. അറബികൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവുകൾ തരാം. എന്ന് മാത്രമല്ല, ലളിതമായിട്ടാണ് ഞാൻ ഇത് കൊടുത്തയച്ചത് എന്ന് പറയുന്ന അതേ പടച്ചോൻ പറയാണ്, എൻ്റെ കിതാബില് എല്ലാവർക്കും മനസ്സിലാവുന്ന മുഹക്കമാത്തും ഉണ്ട്, ഒരു മനുഷ്യനും മനസ്സിലാവാത്ത മുത്തസാബിഹാത്തും ഉണ്ട്. യൂസർ മാനുവലിൽ മുത്തസാബിഹാത്ത് തിരികെ വെക്കുന്ന ഒരു പടച്ചോനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? യൂസർ മാനുവലെ കൊടുത്തേക്കുന്നത് എന്തിനാണ്? കണക്കുണാന്ന് എഴുതിയിട്ട് മുത്തസാബിയാത്താണ്, ആർക്കും മനസ്സിലാവില്ല, അള്ളാഹ്ക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്നാ പറഞ്ഞത്. അള്ളാഹ്ക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കണകുണ വർത്താനം ഈ കാറ്റലോഗിൽ ഉൾപ്പെടുത്തി കൊടുത്തേക്കേണ്ട വല്ല കാര്യം അള്ളാഹ്ക്കുണ്ട്? അത് അള്ളാഹിന്റെ കസേരന്റെ ചോട്ടിൽ അവിടെ വെച്ചാൽ പോരെ? എന്തിനാ ജിബ്രീൽ അതും താങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഖുർആൻ നിറയെ മുത്തസാബിഹാത്താണ്, ആർക്കും മനസ്സിലാവാത്തത്, അള്ളാഹ്ക്ക് മാത്രം മനസ്സിലാവുന്ന കണകുണ വർത്തമാനം ഞാൻ എന്റെ കാറ്റലോഗിൽ തിരികെ വെച്ചിരിക്കുന്നു എന്ന് തലക്ക് വെളിയുള്ള ഒരു പഠിച്ചം പറയോ?